സുഹൃത്തുക്കളെ നമസ്കാരം. ഡെയിലി മന്ന ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് എത്തിയിട്ടുള്ളത് ചങ്ങനാശ്ശേരിക്ക് സമീപം കുറമ്പനാട് കൊല്ലംപറമ്പിൽ മാത്യുച്ചൻ്റെ കോഴി ഫാമിലാണ്. ചേട്ടൻ്റെ പ്രത്യേകത, ഒരു കൃഷിയുടെ ഒരു പ്രത്യേകത നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ചേട്ടൻ പൂവൻ കോഴി കുഞ്ഞുങ്ങളെ വാങ്ങി കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ, അത് കൃഷി ലാഭകരമാണോ, മറ്റുള്ള കാര്യങ്ങൾ ചേട്ടനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് പൂവൻ കോഴി കുഞ്ഞ് കൃഷിയെക്കുറിച്ച്. പൂവൻ കോഴി കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് അതിനെ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ ചേട്ടൻ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ചെയ്യാനുള്ള കാര്യവും അതിൻ്റെ ലാഭകരമാണോ, മറ്റുള്ള കാര്യങ്ങളൊന്നും. പൂവൻ കോഴിയെ വളർത്താൻ കാരണം എന്ന് വെച്ചാൽ 5 രൂപയുള്ളൂ പൂവൻ കോഴി കുഞ്ഞുങ്ങൾക്ക്, 1 ഡേ ഓൾഡ്. പിടക്കോഴിക്ക് 25 രൂപയാണ്. പക്ഷെ പിടക്കോഴി ഒഴിക്കുകയാണെങ്കിൽ മുട്ടയിടും, അത് വേറെ കിട്ടും. പക്ഷേ ഞാൻ പൂവൻ കോഴിയെ മേടിച്ചാൽ അതിനകത്ത് ഒറ്റയും പെട്ടയും പിടയെ കിട്ടും, അതിനെ മാറ്റിയിടും. ബൈ ചാൻസ് നമുക്ക് കിട്ടുന്നതാണ്, അത് ലക്കായിട്ട് കിട്ടുന്നതാണ്. പിന്നെ പൂവൻ കോഴിയെ നമുക്ക് എന്നാലും വിൽക്കുകയും ചെയ്യാം. 5 രൂപയേ ഉള്ളൂ ഡേ ഓൾഡ്. മറ്റേത് നമുക്ക് 25 രൂപ കൊടുക്കുകയും വേണം. അത്ര നാൾ കഴിഞ്ഞ് പിന്നെ ഉള്ളൂ നമുക്ക് ലാഭം വരത്തുള്ളൂ. അപ്പോൾ അത് മുട്ടയിടുന്ന നേരം കൊണ്ട് നമുക്കിതിനെ ഇറച്ചി വിലയ്ക്ക് വിൽക്കുകയും ചെയ്യാം. ഇതിന്റെ പരിപാലന കാര്യങ്ങളും അതിന്റെ വളർച്ച. ആദ്യത്തെ 1 മാസം ഞാൻ സ്റ്റാർട്ടറൊക്കെ കൊടുത്താണ് വളർത്തുന്നത്. കൂട്ടിനകത്ത് ചൂട് കൊടുക്കുന്നു, സ്റ്റാർട്ടർ ചെയ്യുന്നു. സാധാരണ മറ്റു കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ തന്നെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ തന്നെ ഇതിനെയും വളർത്തും. അത് കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ കൂട്ടിൽ ഓപ്പൺ എയറിലേക്ക് മാറ്റുക. ഇങ്ങനെ ഓരോ ഇതുപോലെ ഓരോ ടെന്റിലേക്ക് മാറ്റിയിടും. അപ്പം ഓപ്പൺ എയർ ആകുമ്പോഴത്തേനും അത്ര അമോണിയ ഇതിനകത്ത് ബാധിക്കത്തില്ല. പിന്നെ ഞാൻ കൊടുക്കുന്നത് മുഴുവൻ ഇതാണ്: ഹോട്ടൽ വേസ്റ്റ്, കാറ്ററിങ്ങിന്റെ ഫുഡ്, ഹോസ്റ്റലിലെ ഫുഡ്, പച്ചക്കറി വേസ്റ്റ് ഇതെല്ലാം കൊടുക്കും. ചന്തയിൽ പോയി അവിടെ കളക്ട് ചെയ്ത് അങ്ങോട്ട് വെക്കും. അപ്പം അതിന് ആവശ്യാനുസരണം തിന്നുകയും ചെയ്യാം, ഏകദേശം നടക്കുകയും ചെയ്യാം. പിന്നെ പറമ്പ് നല്ലപോലെ തെളിഞ്ഞും കിട്ടും. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ചേട്ടാ ഇപ്പോൾ 3-4 കൂടുണ്ടല്ലോ. അപ്പോൾ അത് ഓരോ ഏരിയയിൽ നിന്ന് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ അതിനെ മാറ്റും. അത് എത്ര ദിവസം കൊണ്ടാണ് കൂട് മാറുന്നത്? അത് 1 മാസം കൊണ്ട് നമുക്ക് കൂട് മാറിപ്പോകും. ചേട്ടാ, അപ്പോൾ ഈ സ്റ്റാർട്ടർ കൊടുക്കുമെന്ന് പറഞ്ഞു. സ്റ്റാർട്ടർ എത്ര നാളെ കൊടുക്കുന്നത്? 1 മാസം ഞാൻ കൊടുക്കും. അതിനുശേഷമുള്ള ഭക്ഷണ രീതി? ഭക്ഷണം ഇച്ചിരി അരി ഇട്ട് കൊടുക്കും. പിന്നെ അരിയുടെ കൂടെ ഇച്ചിരി ചോറ് മിക്സ് ചെയ്ത് ഗ്രാജുവൽ ചേഞ്ച് ആണ്. അത് അതിനെ പരിശീലിപ്പിച്ച് ഗ്രാജുവൽ ചേഞ്ച്, ഒറ്റയടിക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യത്തില്ല, ഗ്രാജുവലി. പക്ഷേ ഡേ ഓൾഡ് ആകുമ്പോഴത്തേനും നമ്മൾ അതിന് ആദ്യമേ മരുന്ന് കൊടുക്കണം. ഗവൺമെൻറ് പിന്നെ 7-ാം പൊക്കം മരുന്ന് കൊടുക്കണം, 45-ാം പൊക്കം മരുന്ന് കൊടുക്കണം. ഈ സാധാരണ മരുന്ന് കൊടുക്കുന്ന പോലെ തന്നെ എല്ലാ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇല്ലെങ്കിൽ അസുഖം പിടിക്കും. അത് ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട്. നമ്മളിതിനൊരു ട്രെയിനിങ്ങിന് പോകണം. അപ്പോൾ അവർ കറക്റ്റ് എല്ലാ മരുന്നും ഏതൊക്കെ ദിവസം കൊടുക്കണം എന്നും അവർ പറഞ്ഞു തരും. ഓരോ ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ. അത് തലയോലപ്പറമ്പിലെ ഇതുണ്ട്, മൃഗസംരക്ഷണ കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടെ അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മളവിടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവർ ട്രെയിനിങ്, ആരെങ്കിലും തുടങ്ങുകയാണെങ്കിൽ ആദ്യം പോയി ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് തുടങ്ങുമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ ഈ തീറ്റ മാറുമ്പം തീറ്റ കൊടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് പരിശീലിപ്പിച്ചിട്ട് വേണം അത് ബാക്കി കൊടുക്കുന്നത്. കുറേശ്ശെ നമ്മൾ മാറ്റി കൊടുക്കുക. അപ്പൊ അതിന്റെ ഏത് സമയത്താണ് എപ്പോഴാണ് കൊടുക്കേണ്ട രീതി എന്ന് പറയാം? ഇന്ന നേരമൊന്നുമില്ല. നമ്മൾ 1 മാസം കഴിയുമ്പോൾ പതുക്കെ ഇച്ചിരി വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കും. കാരണം ഇതിന് പുല്ല് അത്യാവശ്യമാണ്. സമയം പറയാമോ? സമയം ഇന്ന സമയമൊന്നുമില്ല, ഏത് നേരത്ത് നമുക്ക് കൊടുക്കാം. ഏത് നേരത്തും കൊടുക്കാം. നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത്. നമ്മളെപ്പോഴാണ് പോയി കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്, മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്, അത് അനുസരിച്ച് കൊടുക്കാം. പുല്ല് യഥേഷ്ടം കൂടുതൽ വേണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പം ആദ്യം കൂട് മാറുമ്പോഴത്തേനും അതിനകത്ത് കുറേ പുല്ല് കാണും. അപ്പോൾ അത് കൊത്തി തിന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ വെജിറ്റബിൾ വേസ്റ്റ് ഇട്ട് കൊടുക്കും. പിന്നെ അത് ഗ്രാജുവലി വെജിറ്റബിൾ വേസ്റ്റ്, കാരണം പിന്നെ വരുമ്പം ഗ്രൗണ്ട് ഇതുപോലെ ആയിപ്പോവും, പുല്ല് കിട്ടാതെ. അത് തന്നെ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ആവും. അപ്പോൾ പിന്നെ നമ്മൾ പച്ചക്കറി അതിന് എപ്പോഴും പുല്ല് അതിനകത്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റുമല്ല. അത് കാരണം പിന്നെ ഒന്നീ കളം മാറുക, അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾ. ഇപ്പൊ ഒരു പുതിയ കൂടടിക്കുമ്പോഴേ ഏകദേശം ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ പുല്ല് ആദ്യം തിന്ന് തീർക്കും. അത് ആദ്യമേ തിന്ന് തീർക്കും. അപ്പൊ അതിനുശേഷം ഇതിന് പ്രത്യേകിച്ച് പുല്ല് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കിട്ടുക, പറമ്പിലേക്ക് കിട്ടുകയാണെങ്കിൽ അത്ര നല്ലതാണ്. കൊടുക്കുന്ന കാര്യം എന്തിനാ ഉദ്ദേശിക്കുന്നത്? അത് അതിന്റെ അസുഖങ്ങൾക്കും കാര്യങ്ങളും, അതിന്റെ ഇമ്മ്യൂണിറ്റി കൂടാനും കാര്യങ്ങളും, പ്രോട്ടീനും കാൽസ്യം എല്ലാം അത് അതിനകത്തുനിന്ന് കണ്ടെത്തുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിന്റെ വയറിലെ അസുഖം മാറ്റാനും ഒക്കെ ആയിട്ട് അത് നിങ്ങൾ തന്നെ
പുല്ല് തിന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ അതിന് ശേഷം ഈ 1 മാസത്തിന് ശേഷം പതുക്കെ ഹോട്ടൽ വേസ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള അരിയോ ആഹാരത്തിലോട്ട് പരിശീലിപ്പിച്ചതിന് ശേഷം ഹോട്ടൽ വേസ്റ്റോ മറ്റുള്ള വെജിറ്റബിൾ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എത്ര മാസം വരെ ചേട്ടൻ 4 മാസം വരെ 4 മാസം കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 1.5-2 കിലോ 2.5 കിലോ. അപ്പൊ ഈ കൂട്ടിലെ കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ കോഴികൾ എത്ര മാസം പ്രായമായത്? ഇതിപ്പോ 4 മാസം കഴിഞ്ഞതാ. ഏകദേശം ഒക്കെ കുറച്ചൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. ഒരുപാട് വിറ്റുപോയി. ലാസ്റ്റ് ഭാഗം ഇത് കിടക്കുന്നത്. അപ്പം ഇപ്പൊ ഇത് 4 മാസം ആകുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് മേടിച്ചോണ്ട് പോകും. പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് വാങ്ങുന്നവരുണ്ടോ? 1-2 കടക്കാരുണ്ട് സ്ഥിരമായിട്ട് മേടിക്കുന്നവര്. അവർക്ക് തന്നെ അങ്ങ് കൊടുക്കും. പിന്നെ ആവശ്യക്കാർ ചില്ലറക്കാർ വരികയാണെങ്കിൽ നമ്മൾ പിടിച്ചും കൊടുക്കും. ലൈവായിട്ട് തന്നെ അങ്ങ് പിടിച്ചു കൊടുക്കും. നമ്മൾ ഡ്രസ്സിങ് കാര്യങ്ങളൊന്നും ഇല്ല. ഡ്രസ്സിങ് ഇല്ല. ചേട്ടാ, ഈ കോഴി വളർത്തലിന് ഭീഷണിയായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? പട്ടി വരും, കുറുക്കനുണ്ട്, പിന്നെ ഈ കാട്ടുപാക്കാൻ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് കാവല് നിൽക്കണം. പിന്നെ കുറെ പടക്കം കാര്യങ്ങളൊക്കെ പൊട്ടിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ നെറ്റ് ഇട്ടിരിക്കുക. അതിന്റെ പുറത്ത് നമ്മൾ വേറെ നെറ്റ് ഇടുന്നുണ്ട്. ഫിഷറീസ് നെറ്റ് ഇടുന്നുണ്ട്. പിന്നെ ഇരുമ്പ് നെറ്റ് ഇടുകയാണെങ്കിൽ അത്ര നല്ലതാണ്. പക്ഷെ അത് കോസ്റ്റ്ലിയാണ്. നമ്മൾ കൂടുതലും മുടക്കി വെച്ച് നമുക്ക് നഷ്ടകളിയാണ് ഇത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ ഗ്രീൻ നെറ്റ് അല്ലേ ഇട്ടേക്കുന്നത്, അത് പിന്നെ പൊട്ടിച്ച് പട്ടി കടിച്ചിട്ട് കയറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേട്ടൻ ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ദിവസം എന്തൊക്കെ നഷ്ടം? എന്റെ കുറെ കോഴി പോയി. ഏകദേശം എത്ര നഷ്ടപ്പെട്ടു? ഒരു 10-60 കോഴിയോളം പോയിട്ടുണ്ട്. അതെന്താ, എങ്ങനെയാ സംഭവം? എന്താ സംഭവിച്ചേ? ഞാനില്ലായിരുന്നു ഇവിടെ. വൈകിട്ട് എനിക്കൊരു റൗണ്ട് അടിക്കാൻ പറ്റിയില്ല. അപ്പം വന്നപ്പോഴും നേരം വെളുക്കാറായപ്പോഴാണ് വന്നത്. അപ്പം പകല് ഞാനിവിടെ വന്ന് നോക്കിയപ്പോഴത്തേനും ഒരു സൈഡ് കടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് പട്ടി. അപ്പൊ ഞാൻ അതിനെ ടെസ്റ്റിങ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പട്ടിയെ കടിച്ചതാന്ന് പറഞ്ഞു. വല്ല അസുഖമാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഞാൻ കൊണ്ടുപോയി അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു പട്ടി കടിച്ചതാണ്, വേറെ ഒന്നുമല്ല. ഞങ്ങളത്തെ പൂച്ചയോ കാട്ടുവാക്കാനോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർക്ക് അതിൻ്റെ ഈ ആഴവും കാര്യങ്ങളൊക്കെ, പല്ലിന്റെ ആഴവും കാര്യങ്ങളും ഒക്കെ വെച്ച് അവർ പറയും ഇത് പട്ടി തന്നെയാണ് എന്ന് അവർ പറഞ്ഞു. പട്ടി ഇറങ്ങി പോവുകയും ചെയ്യും. അത് ഇറങ്ങി പോവുകയും ചെയ്യും. പിന്നെ ഫുഡ് കഴിവതും ഇച്ചിരി നേരത്തെ വൈകുന്നേരങ്ങളിൽ ഫുഡ് കൊടുക്കാതിരിക്കുക. പകലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ കോഴി തിന്നതിന്റെ ബാലൻസ് വളരെ കുറച്ചേ കാണത്തുള്ളൂ. രാത്രിയിലെ ഫുഡ് വേസ്റ്റ് കിടക്കുന്നത് തിന്നാനാണ് ഈ പട്ടി വരുന്നത്. കഴിവതും നേരത്തെ ആഹാരം കൊടുത്തങ്ങ് ഒതുക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ്. പിന്നെ നെറ്റ് ഇട്ട് കൊടുക്കുക, പുറത്ത് നെറ്റും കാര്യങ്ങളൊക്കെ ഇടുക. പിന്നെ ലൈറ്റ് ഇട്ട് കൊടുക്കുക പുറത്ത്, പട്ടി വരാതിരിക്കാനായിട്ട് നിങ്ങൾ റിഫ്ലക്റ്റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചില സേഫ് ആണ്. പിന്നെ അതുപോലെ ചേട്ടാ, ഈ മഴ പ്രശ്നങ്ങൾ കാര്യം പറഞ്ഞാൽ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൂടുതൽ മഴ നനഞ്ഞു കഴിഞ്ഞാൽ കോഴികൾ ചാകാൻ സാധ്യത. അതിന്റെ നമ്മളിതുപോലെ കൂടാരം അടിച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കൂടാരം എന്ന് പറഞ്ഞാല് റൂഫല്ല, വെറുതെ പടുതായിട്ട് കൊടുക്കുകയും പടുതാ റൂഫ് ഇട്ട് കൊടുക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ വലിയൊരു ആഡംബരമായ രീതിയിൽ ഇട്ട് കൊടുക്കുക. ടിൻ ഷീറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പോയാല് കോസ്റ്റ്ലിയാണ്, നമുക്ക് ഒരിക്കലും മുതലാകത്തില്ല. കാരണം അതിനുള്ള വരുമാനം ഈ കോഴിയിൽ നിന്ന് കിട്ടത്തില്ല. അപ്പൊ ഇതുപോലെ ചെറിയ ഇതുപോലെ പടുതായിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടേമും നമുക്ക് സേഫ് ആയിട്ട് കിട്ടും. അതായത് കോഴി ആകുമ്പോൾ ഇച്ചിരി ലെസ് കോസ്റ്റ്ലിയാണ്. ഇതാകുമ്പോൾ കോഴി കൂടുതൽ മഴ പെയ്യുമ്പോഴത്തേനും കോഴി അതിന്റെ അടിയിലോട്ട് കയറിക്കോളും. അല്ലെങ്കിൽ മഴ എല്ലാം കൂടെ കൂട്ടം കൂടി ഒരിടത്തോട്ട് കൂടിയിരിക്കുമ്പോൾ ഒന്നിന് മേളിൽ ഒന്ന് കയറി അത് ഇങ്ങനെയും ചാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നനഞ്ഞ് ഒട്ടിക്കഴിയുമ്പോഴത്തേനും പിന്നെ പനി പിടിക്കാൻ ചാൻസാണ്. എല്ലാം കൂടെ തണുപ്പ് നിന്ന് ഈ തണുപ്പ് കൂടുമ്പോഴാണ് ഇതെല്ലാം കൂടെ കൂടുന്നത്. അപ്പൊ എവിടെങ്കിലും ഒരു മൂലയിലോട്ട് ഇത് എപ്പോഴും ഒതുക്കാൻ നോക്കത്തുള്ളൂ. അപ്പൊ എല്ലാം കൂടെ ഒന്നിച്ചുകൂടി ഇത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്, അടുത്ത കോഴിയുടെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടി വരും. അപ്പൊ അത് പുറത്ത് നിൽക്കുന്നത് പിന്നെ മേളിലോട്ട് കയറും. അപ്പൊ അടിയിരിക്കുന്നത് ചത്തുപോകും. അപ്പോൾ ചേട്ടാ, നമ്മുടെ കോഴി കൃഷിക്ക് ഉള്ള ഭീഷണികളുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. മറ്റുള്ള കാര്യങ്ങൾ, ഇതിന്റെ സെയിലിന്റെ കാര്യങ്ങൾ, കച്ചവടം ഇപ്പം വളർത്തിക്കൊണ്ട് വന്നു. അപ്പുറത്തെ കൂട്ട് ഒത്തിരി കോഴികൾ കിടപ്പുണ്ടല്ലോ വിൽക്കാനായിട്ട്. അത് എത്രാമത്തെ? അത് 3 മാസം. അപ്പൊ അത് വരുമ്പോഴത്തേക്കും അത് 3 മാസം അത് വിൽക്കുമോ 4 മാസമായിട്ടേ വിൽക്കത്തുള്ളൂ? ഇത് ചിലർ വെയിറ്റ് കുറഞ്ഞ കോഴിയെ വേണമെന്ന് പറയും. അപ്പൊ അതിനകത്തൊന്ന് പിടിച്ചു കൊടുക്കും. കച്ചവടം നടക്കുന്നുണ്ട്. കച്ചവടം നടക്കും.
ആൾക്കാർ പറയുന്നത് അവർക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതനുസരിച്ച് പറയും. അപ്പോൾ കുറച്ച് വലിയ കോഴിയെ ആവശ്യക്കാർ വരുന്നവരുണ്ട്. ചിലത് അവർ പറയും മിക്സ് ചെയ്ത് തരാൻ പറയും. അങ്ങനെ അത് രണ്ടിനകത്തൊന്നും ഞാൻ രണ്ടുകൂടെ കൊടുക്കും. 4 മാസം 3 മാസം അതായത് അവർ കച്ചവടക്കാർക്ക് കസ്റ്റമർ ചില കോഴിക്കടയിൽ ചെന്ന് പറയും ഞങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞത് മതി എന്ന് പറയും. അതിന് അങ്ങനെ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. പിന്നെ അതുപോലെ ചേട്ടാ ഈ 2 മാസമായ പ്രായ കുഞ്ഞുങ്ങളില്ലേ അപ്പുറത്തെ കൂട്ടി കിടക്കുന്നത് കുഞ്ഞുങ്ങൾ, അതിന്റെ പരിപാലന കാര്യങ്ങൾ ഇപ്പൊ ഇതിന് കൊടുക്കുന്ന ഇതേ സെയിം ഫുഡ് തന്നെയാണ് അതേ സമയത്ത് തന്നെ. അത് തന്നെ. അപ്പൊ ചേട്ടൻ 2 നേരം കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഫുഡ്? ഇല്ല, ഒരു നേരമാണ് കൊടുക്കുന്നത്. ഒരു നേരം കൊടുക്കുന്നത്. ഒന്നിൽ മിക്കവാറും ഉച്ചയ്ക്ക് കൊണ്ട് കൊടുക്കുന്നത്. ഉച്ച നേരത്താണ്. കാരണം ഉച്ച നേരത്താണ് തന്നെ ഇപ്പൊ വെജിറ്റബിൾ ഞാൻ കളക്ട് ചെയ്യാൻ പോകുന്നത്. ആ കൂട്ടത്തിൽ ഫുഡ് എടുത്തുകൊണ്ട് പോരും. രണ്ടും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കും. ഇതിന് കൊടുക്കേണ്ട ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇതിന്റെ പ്രതിരോധ കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ? ഞാൻ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നില്ല, അത് വെള്ളത്തിൽ കലക്കിയാണ് കൊടുക്കുന്നത്. ആദ്യത്തെ 7-ാം പൊക്കം കൊടുക്കുന്നുണ്ട്, പിന്നെ 14-ാം പൊക്കം, പിന്നെ 2 മാസം കഴിയുമ്പോൾ 40-ാം പൊക്കം കൊടുക്കണം. 40-ാം പൊക്കം 40-ാം പൊക്കമാണ് 2 മാസമാണ്? 40-ാം പൊക്കം. 40-ാം പൊക്കം. അതിനുശേഷം പിന്നെ നോർമൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ മൃഗാശുപത്രിയിൽ പോയി ആശുപത്രി വിവരം പറഞ്ഞിട്ട് അവരിവിടെ വന്ന് ഇഞ്ചക്ഷൻ ചെയ്തു വരുമോ? നമ്മൾ ചെയ്യണം? നമ്മൾ തന്നെ ചെയ്യണം. അവർ പറഞ്ഞു തരും. ഇഞ്ചക്ഷനായിട്ടേ കൊടുക്കുക. എല്ലാം മിക്കവാറും ഉള്ളതൊക്കെ വെള്ളത്തിൽ തന്നെ കലക്കി കൊടുക്കുകയാണ്. പൊടിയാണോ അതോ പൊടിയായിട്ടോ ഗുളികയായിട്ടോ? ചില നേരത്ത് പൊടിയായിരിക്കും തരുന്നത്, ചിലപ്പം ഗുളികയാണ്, ചിലപ്പോൾ ലിക്വിഡായിട്ട് അവർ തരും. പിന്നെ ഫാർമസിയിൽ അവർ പറയും ഫാർമസി പോയി മേടിച്ചോളാൻ പറയും. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കുറേ മേടിച്ചു വെക്കും. ചില മരുന്നുകളൊക്കെ വലിയ കോസ്റ്റ്ലിയാണ്. പിന്നെ തിരുവല്ലയിലെ മഞ്ഞാടിയിലൊരു ഇതുണ്ട്, പക്ഷിക്ക് രോഗനിർണയ കേന്ദ്രമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും യാദൃശ്യമായിട്ട് കോഴി ചത്തു പോവുകയാണെങ്കിൽ ആ കോഴി അവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ചത്ത കോഴി അവിടെ കൊണ്ട് കൊടുത്താൽ മതി. അവർ 1 മണിക്കൂറിനാവും റിസൾട്ട് നമുക്ക് തരും. അപ്പം ആശുപത്രി അത് സൗജന്യമാണ്. നമ്മളെ അടുത്ത മൃഗാശുപത്രിയിൽ നമ്മൾ ലെറ്റർ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സൗജന്യമാണ്. അല്ലെങ്കിൽ 50 രൂപ ഫീസ് കൊടുക്കും. ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുന്നത് 50 രൂപ ഫീസ് കൊടുക്കണം. അപ്പോൾ നമ്മളെ ഡോക്ടർ മൃഗാശുപത്രിയിലെ ലെറ്ററും കൊണ്ട് അവിടെ ചെല്ലുകയാണ്, കോഴിയെ കൂടെ കൊണ്ടു കൊടുക്കുകയാണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അവരെന്തിനും എന്താ രോഗം, അപ്പോൾ അവിടുന്ന് അവർ മരുന്ന് കുറിച്ച് തരും. അവർ മരുന്ന് തരത്തില്ല, പക്ഷെ അവർ കുറിച്ച് തരും മരുന്ന്. അവിടുന്ന് ഇന്ന അസുഖമാണ്, അതുകൊണ്ട് ഇന്ന മരുന്ന് കൊടുത്തോളാൻ പറഞ്ഞു. പിന്നെ ചേട്ടാ ഞാൻ ചോദിക്കുന്നത്, ഈ സാധാരണ ചൂട് സമയത്താണെങ്കിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു വെള്ളത്തിൽ കലക്കിയാണ് മരുന്നുകൾ കൊടുക്കുന്നത് പറഞ്ഞു, ഇഞ്ചക്ഷന് പകരം. അത് ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് വെള്ളത്തിൽ കൊടുക്കുന്നു. അല്ലെ, പ്രയാസമായതുകൊണ്ടായിരിക്കുമല്ലോ വെള്ളത്തിൽ കൊടുക്കുന്നത്. വെള്ളത്തിൽ കലക്കി കൊടുക്കും, പിടിച്ചു കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മഴ സമയത്ത് കോഴി ശരിക്കും വെള്ളം കുടിക്കുവോ? മടിയല്ലേ? വെള്ളം കുടിക്കും, കുടിക്കാതിരിക്കത്തില്ല, വെള്ളം കുടിക്കും. പക്ഷെ വേനൽക്കാലത്ത് കുടിക്കുന്ന പോലെ കുടിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യും അന്നേരം നമ്മൾ ഇതേ ഉള്ളൂ, വെള്ളത്തിൽ കലക്കി വെക്കുക. ആ വെള്ളം അവര് ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് കുടിക്കും. അങ്ങനെ ഉള്ളൂ. അല്ല ആഹാരത്തിനകത്ത് നമുക്ക് കുഴച്ചു കൊടുക്കാനോ? ആഹാരത്തിനകത്ത് കുഴിച്ചു കൊടുക്കണമെങ്കിൽ തീറ്റിക്കകത്ത് നമ്മൾ കുഴച്ചു കൊടുക്കണം. അപ്പൊ അതിനുള്ളത് ഞാൻ തീറ്റി മേടിക്കുന്നില്ല. ഈ ഫുഡുകൾ മാത്രമേ മേടിക്കുന്നുള്ളൂ. മറ്റേത് ഗ്രോവറോ കാര്യങ്ങളോ അതൊക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കുഴച്ച് കൊടുക്കാൻ പറ്റും. കാരണം ഇച്ചിരി മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളം കൂടെ നനച്ച് അതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ അത് തിന്നോളൂ. അത് മേടിക്കാൻ പോയാൽ കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്യാറില്ല. പിന്നെ അടുത്ത കാര്യം ഇതിന്റെ സെയിലാണ്. ഇതിന്റെ കാര്യങ്ങൾ സെയിൽ അവർ വന്ന് മേടിക്കുവോ, നമ്മൾ കൊണ്ട് കൊടുക്കുവോ? ഓർഡർ അങ്ങനെ കാര്യം തൽക്കാലം ഇവിടെ വന്ന് മേടിച്ചോണ്ട് പോവുകയാണ്. അവർ നേരത്തെ വിളിച്ച് പറയുമോ? എങ്ങനെ? അവർ പറയും, നമ്മൾ വിളിച്ച് ചോദിക്കും എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ റെഡിയാക്കി നിർത്തും. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെ തൂക്കുന്ന? എങ്ങനെ അത് തൂക്കി? നമ്മൾ ഒന്നിച്ച് തൂക്കി കൊടുക്കുക. അവർ വന്ന് വാങ്ങിച്ചോണ്ട് പോകും. ക്യാഷ് റെഡിയാണോ? അത് പിന്നെ ക്യാഷ് റെഡിയാണ്. ഓക്കെ. ഇപ്പോഴത്തെ വില എത്ര ഉണ്ട് ചേട്ടാ? ഇപ്പൊ 150, 160 ആ റേഞ്ചൊക്കെയാണ് ഇപ്പൊ പോകുന്നത് കോഴിക്ക്. 150, 160 റേഞ്ചിലാണ് നാടൻ കോഴി. ചേട്ടന് കോഴി കൃഷി തുടങ്ങിയിട്ട് എത്ര വർഷമായി ശരിക്കും? ഇപ്പൊ ഒരു 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും, അതായത് പെട്ടെന്ന് കോഴി ചാകുന്നത്, ഒന്നിച്ച് ചാകുന്നത്, അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാമോ? അങ്ങനെ ചാകാറെന്ന് വെച്ചാല് നമ്മുടെ അശ്രദ്ധ കൊണ്ടൊക്കെ ചാവുന്നതാണ് കൂടുതലും. അതെന്തൊക്കെയാ ഉണ്ടായിട്ടുള്ളതെന്ന് പറയാമോ? ഇതുപോലെ നമ്മൾ ടെന്റ് അടിക്കാതിരിക്കുക, കോഴിയെ എപ്പോഴും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. സൈഡിൽ എല്ലാം കൂടെ ഒന്നിച്ച് സൈഡ് കൂടാതിരിക്കുക. എല്ലാത്തിനും സെന്റർ ഭാഗത്തോട്ട് കൊണ്ടുവന്ന് കൂട്ടി നിർത്തണം. അങ്ങനെ സൈഡിൽ ഒതുങ്ങി പോയാൽ ഒന്നിന് മേളിൽ ഒന്ന് കയറും. സെന്റർ ഭാഗത്താവുമ്പോഴത്തേനും ഒന്നിന് മേളിൽ ഒന്നും കയറത്തില്ല. എപ്പോഴും അങ്ങോട്ട് മാറി മാറി പോവും. മേളിൽ കയറിയാലും അത് ഇച്ചിരി ഒതുങ്ങി കഴിയുമ്പോഴും
തെന്നി മാറിക്കോളൂ. അപ്പോൾ ചേട്ടാ ഈ നല്ല വേനൽക്കാല സമയത്ത് പെട്ടെന്നൊരു മഴ പെയ്താൽ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത മഴ പെയ്യുമല്ലോ, ശക്തമായ മഴ പെയ്യുന്നു. വേനൽക്കാലത്ത് നമ്മൾ ഇതുപോലെ ടെന്റ് കൊടുക്കുന്നുണ്ട്. മാറ്റുന്നില്ല. ടെന്റ് എപ്പോഴും കൊടുത്തേ പറ്റൂ. കാരണം വേനൽക്കാലത്താണേലും ടെന്റ് വേണം. കാരണം ചൂട് വരുമ്പോഴത്തേനും അടി കയറി നിൽക്കണ്ടേ, തണുപ്പിനല്ലേ. ഇതിപ്പോ തോട്ടത്തിലാവുമ്പോഴത്തേനും അത്ര ഇത് വരുന്നില്ല, എന്നാലും നമ്മൾ ടെന്റ് കെട്ടി ഇട്ടേക്കും. പുതിയതായിട്ട് കൃഷി മേഖലയായിട്ട് വരുന്ന കർഷകരോട് പറയാനുള്ളത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടുകൾ നിരീക്ഷിക്കണം അല്ലേ? നിരീക്ഷിക്കണം. അപ്പം എപ്പോഴും നിരീക്ഷിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചേട്ടാ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ ഈ പല കൂട് ചേട്ടൻ ഇപ്പോൾ 3-4 കൂട് അടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കൂടുകളൊക്കെ രാത്രിയിലൊക്കെ വന്ന് നോക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായ ശ്രമകരമായ കാര്യമല്ലേ? ശ്രമമില്ല, നമ്മൾ ടോർച്ച് പിടിച്ച് വട്ടം നടന്ന് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇതിന് എങ്ങനെ വന്നാലും എല്ലാത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. നമ്മളിപ്പോൾ കൂട്ടി പിന്നെ ഷെഡ് ഉണ്ടാക്കി അടച്ചിട്ടേച്ച് പോവുകയാണെങ്കിൽ നമുക്ക് സേഫാണ്. പക്ഷെ അത് അത്രയും കോസ്റ്റ്ലി ചിലവാക്കിയിട്ട് നമ്മളിത് വളർത്തിയിട്ട് കാര്യമില്ല, നമുക്ക് അതിനുള്ള വരുമാനം കിട്ടത്തില്ല. നമുക്ക് ശരിക്കും ചേട്ടൻ ചെലവ് കുറഞ്ഞ രീതിയാണ്, ഏറ്റവും ചെലവ് കുറഞ്ഞ പരിപാടിയാണ് ഇത് ചെയ്യുന്നത്. അമോണിയ പൊങ്ങത്തില്ല, അമോണിയ കണ്ടമാനം കൂടത്തില്ല. ഇങ്ങനെ തുറന്നിട്ട് വളർത്തുമ്പം കാറ്റ് കയറി ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്, കൂടുതലാണ്. എപ്പോഴും കാറ്റ് കയറി ഇറങ്ങും. ഏത് സൈഡിൽ കൂടെ കാറ്റ് വന്നാലും അടിക്കാൻ നോക്കണം. മറ്റേത് മൂടിക്കഴിഞ്ഞാൽ പിന്നെ അമോണിയ കൂടും, പെട്ടെന്ന് കോഴി ചാവും. നമ്മൾ സമയത്തിന് മാറ്റിയില്ലെങ്കിൽ, വേസ്റ്റ് മാറ്റിയില്ലെങ്കിൽ അത് തന്നെയല്ല. ഫുഡ് വേസ്റ്റ് ഒന്നും നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ ഓപ്പൺ എയറിലാകുമ്പം ഫുഡ് വേസ്റ്റ് പോകും. അഥവാ ഒരു ദിവസം പഴകിയാൽ തന്നെ അതങ്ങ് ചീഞ്ഞ് അതിനകത്ത് കിടക്കും. അപ്പൊ പിന്നെ പിറ്റേ ദിവസം പുഴുവായി. ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു, ഈ കൂടിനകത്ത് ഒന്നിനോടൊന്ന് കയറാൻ പാടില്ല അങ്ങനെ പറഞ്ഞു. പിന്നെ അതിൽ ഷെഡ് അടിക്കുന്ന കാര്യം പറഞ്ഞു. ഷെഡല്ല, എന്താ പറയുന്നത്, അതിനെന്നാ പറയുന്നത്, മേൽക്കൂരയോ? മേൽക്കൂര. അപ്പോൾ ഈ 2 കാര്യം പറഞ്ഞു. അല്ലാതെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ പുതിയതായിട്ട് വരുന്ന ആൾക്ക് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്? പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഇപ്പൊ ഈ കാണുന്ന പോലെ വെറുതെ നമ്മൾ ഈ ടാർപോളിൻ ഷീറ്റ് വിരിച്ചിടുക, അതേ ഉള്ളൂ ഇതിനകത്ത് മാർഗം. പിന്നെ നെറ്റ് കെട്ടിയിടുക. നെറ്റ് സേഫ് ആകണം. പുറത്ത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് നെറ്റ് കിട്ടും, ആ നെറ്റ് മേടിച്ച് ചുറ്റൊഴി കിട്ടും കെട്ടുക. പ്ലാസ്റ്റിക് നമ്മളെ ഇത് എന്നാ പറയുന്നത്, ഫിഷ് നെറ്റ് സെക്കൻഡ് ഹാൻഡ് കിട്ടും. അത് തൂക്കി മേടിക്കുന്നത് അത് മേടിച്ചിടുകയാണെങ്കിൽ കുറച്ചുകൂടെ ബലമാണ്. എന്നാലും കയറും, അതും കടിച്ച് പൊടിക്കുന്നുണ്ട്, എന്നാലും ഇച്ചിരൂടെ ബലമാണ്. പിന്നെ ലൈറ്റ് എപ്പോഴും നമ്മൾ അകത്തിടാതെ പുറത്ത് നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കുക. പുറത്തുനിന്ന് ഉദ്ദേശിക്കുന്ന കൂടിന്റെ പുറത്താണ്, കൂടിന്റെ വെളിയിൽ. അതെന്താ കൂടിന്റെ ആകുമ്പം ഇച്ചിരി സേഫ് എന്ന് വെച്ചാൽ ഈ മറ്റേ പട്ടിയോ കുറുക്കനോ ഒക്കെ വരുമ്പോൾ ലൈറ്റ് കാണുമ്പോഴത്തേനും ഇച്ചിരൊക്കെ ഒന്ന് മാറി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് കൂടിന് വെളിയിൽ ലൈറ്റ് ഇടും. കൂടിനകത്ത് ലൈറ്റ് ഇട്ടിട്ട് കാര്യമില്ല. ചേട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്റെ പൂവൻ കോഴി കൃഷി ലാഭമാണോ? സമ്മിശ്രമാണ്. ലാഭമുണ്ട്, നഷ്ടമുണ്ട്, റിസ്ക് ഉണ്ട്. ചില കാര്യത്ത് മഴ സീസണൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ കോഴി ചാകാൻ തുടങ്ങിയാൽ പണിയായി ആണല്ലേ. പിന്നെ ഇതുപോലെ നമ്മളെല്ലാ കോഴികളും നീ അതിനകത്ത് കയറണമെന്ന് പറഞ്ഞാൽ കയറുക. ചിലതൊക്കെ അവിടെ ഇവിടോട്ടൊക്കെ മാറി നിൽക്കും. മഴ തന്നെയും അപ്പോൾ പനി പിടിക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രിക്കോഷൻ അതിനും അത് മുന്നോടിയായിട്ട് മരുന്ന് കൊടുക്കണം. അങ്ങനെ ചിലത് കുറച്ച് ചാവും, എന്നാലും കഴിയുകയും ചാകാതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ വളർന്നു കഴിഞ്ഞാൽ ഒരു 3 മാസം 3.5 മാസം 4 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പനി പിടിക്കാൻ ചാൻസസ് കുറവാണ്. പിന്നെ അന്നേരം നമ്മൾ വിറ്റ് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. മാർക്കറ്റാണ് അതിന്റെ മെയിൻ നോക്കേണ്ടത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലോട്ട് എപ്പോഴത്തേക്ക് എടുക്കുന്നത്, എത്ര ദിവസം ആകുമ്പോഴത്തേക്ക് എടുക്കുന്നത്? ഞാൻ കണ്ടിന്യൂഷൻ ആണ്. കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ ഇത് നഷ്ടക്കളിയാണ്. എല്ലാ ദിവസവും വേസ്റ്റ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ കൊടുക്കാൻ വേണ്ടി ആൾക്കാർ നോക്കി നിൽക്കുന്നു. ആ വേസ്റ്റ് നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഒരു ടേം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തതിനെ വളർത്താൻ പോയാൽ പിന്നെ നമ്മൾ 1 മാസം കഴിയുമ്പോഴത്തേനും ഇതിന് വേസ്റ്റ് കൊടുക്കാം. നമുക്കൊരു ജോലിക്കാരനുണ്ട്, ജോലിക്കാർ വേണം. അത് തന്നെയല്ല, ഈ വേസ്റ്റ് നമ്മൾ പിന്നെ എടുക്കും. നമ്മളത് വേണ്ടെന്ന് പറഞ്ഞു പോയാൽ അവർ വേറെ ആൾക്കാർക്ക് വിളിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്ന, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കുവേ ഈ കണ്ടിന്യൂറ്റി ഇപ്പൊ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. അതുപോലെ കുറേശ്ശെ കോഴിയെ മേടിച്ച് കണ്ടിന്യൂറ്റി. അപ്പൊ എങ്ങനെ സാധാരണ ചെയ്യുന്ന പറയാം? എല്ലാ മാസവും ഒരു 10-200 കോഴി വീതം മേടിക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ്. എല്ലാ മാസവും വാങ്ങണം. എല്ലാ മാസവും റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അപ്പൊ ഞാൻ എപ്പോഴും നമുക്ക് കോഴി കാണാം. കൃഷി ശരിക്കും പറഞ്ഞാൽ ഏകദേശം പറഞ്ഞാൽ ലാഭകരമാണ്. ചെറിയ രീതി ചെയ്യുവാണെങ്കിൽ വലിയ രീതിയിൽ പോകും. വലിയ ലാർജ് രീതിയിൽ കൂടെ അതനുസരിച്ച് മുടക്കണം. അതനുസരിച്ച് ഫുഡ് ഉണ്ടാകണം. എല്ലാം കൂടെ നഷ്ടക്കളിയാണ്. ചേട്ടന് വേറെ പരിപാടിക്കൊന്നും പോകാൻ വേണ്ടി എപ്പോഴും എല്ലാ ദിവസവും അത് വലിയൊരു ഫോൾട്ടാണ്. എല്ലാ ദിവസവും എന്റെ കൂടെ തന്നെ കാണണം. വേസ്റ്റ് കളക്ട് ചെയ്യാൻ 2 നേരം പോകുന്നുണ്ടോ? ഒരു നേരം പോയാൽ മതി. ഒരു നേരം പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ അത് ഡിസ്പ്ലേ കൊടുക്കണം. അത്രേ ഉള്ളൂ. ശരി.
അപ്പൊ ചേട്ടാ ഈ പുതിയ കർഷകരോട് പറയാനുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടോ? കറക്റ്റായിട്ട് ഈ ചെറിയ രീതിയിൽ പുതിയതായിട്ട് തുടങ്ങുന്ന ആദ്യം പോയി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്ത ശേഷം തുടങ്ങുന്ന പറയുന്നത് എത്ര കുറച്ചെണ്ണത്തെ മേടിച്ച് വളർത്താൻ എങ്ങനെ? ആദ്യം അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അതിനകത്ത് അവർ പറയുന്നുണ്ട്. അവർ പറയും കറക്റ്റ് ക്ലാസ് എടുത്തു തരും. ആ ക്ലാസ് എടുത്ത ശേഷം അറ്റൻഡ് ചെയ്ത ശേഷമേ അവിടുന്ന് അവർ സർട്ടിഫിക്കറ്റും തരും. ചേട്ടാ അതല്ല, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രാക്ടിക്കലായിട്ട് കാര്യം വീട്ടമ്മമാരെ കുറച്ച് കോഴിയെ വളർത്തുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകാനുള്ള സാഹചര്യം കുറവാണ്. വീട്ടിലൊക്കെ അങ്ങനെയുള്ളവരോടൊക്കെ അവരൊക്കെ 5-6 കോഴിയൊക്കെ അല്ലേ വളർത്തുന്നത്. അങ്ങനല്ല, ചിലവര് ചിലപ്പോൾ 10-100 എണ്ണത്തെ വളർത്തണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. 50 എണ്ണത്തെ വളർത്തുന്നവർ പോയി അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യാതെ വളർത്തിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല ഞാൻ ചോദിക്കാൻ അങ്ങനെ സംശയം ഉണ്ടെങ്കിലേ അല്ലേ ചേട്ടാ, ഇപ്പൊ ഞാൻ പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ എല്ലാവർക്കും ഈ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണമെന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ചേട്ടൻ വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. അതിന്റെ കാര്യം സംശയം എന്റെ പരിചയത്തിൽ എന്റെ അനുഭവത്തിലുള്ളത് ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കും. അവർ ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ ആണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കും. ഇവിടെ നേരിട്ട് വന്നു ചേട്ടൻ ക്ലാസ് എടുത്ത് കൊടുക്കുവോ? അവർക്ക് വന്ന് കാണാം, കണ്ട് പ്രാക്ടിക്കലായിട്ട് കാണാം. ഓക്കെ. അപ്പൊ കൂടുതൽ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിക്കാം. ശരി. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ കൃഷിയെ കുറിച്ച്? പ്രത്യേകിച്ച് കാരണമില്ല. ആദ്യം ക്ലാസ് അറ്റൻഡ് ചെയ്തേച്ച് ഏതെങ്കിലും ആരെങ്കിലും ഇതിനകത്ത് തുനിയുന്നു. പിന്നെ ലെസ് കോസ്റ്റ് ആണ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ചെറിയ ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. ആ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ ഗ്രാജുവലി ഒരു പടിപടിയായിട്ട് കൂട്ടാവുള്ളൂ കോഴിയെ. ഒറ്റയടിക്ക് 10,000, 2,000, 3,000 കോഴിയെ മേടിച്ച് ഒന്നിച്ചൊക്കെ വളർത്തിയേക്കാമെന്ന് എഴുതിയാൽ വളർത്തരുത്. ആദ്യം 10, 9 അല്ലെ 10, 100 കോഴിയെ മേടിച്ച് വളർത്തി നോക്കുക. ചേട്ടാ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചേട്ടൻ്റെ ആട് കൃഷി, പോത്ത് കൃഷി, കോഴിക്കൃഷി, പടക്കോഴി കൃഷിയെക്കുറിച്ച്, മുട്ടക്കോഴി കൃഷിയെക്കുറിച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പോത്തൊക്കെ ഉണ്ടോ? പോത്ത് 2 വിറ്റു. പിന്നെ ഒരു 3 ആടിനെ കൊടുത്തു. മുട്ടനാടിനെ കൊടുത്തു. 3 കൊടുത്തു. ഈ പുതിയ ആടുകളെ ഇനിയും വാങ്ങുന്നുണ്ടോ? ഇല്ല, ഇതിപ്പോ തന്നെ പെണ്ണാടുകൾ കുറെ ഉണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് കിട്ടും. ഓക്കെ. പോത്ത് പോവുകയാണെങ്കിൽ അടുത്തതിനെ മേടിക്കണം, പോകുമെന്നുള്ള വിശ്വാസം ആണല്ലേ. എവിടെന്നാ വാങ്ങുന്നത്? ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പാമ്പാടിയിൽ നിന്നാണ് മേടിച്ചത്. ഇപ്പം നോക്കണം എവിടുന്നാ വരുന്നുള്ളത്, എവിടെ അവൈലബിൾ എന്നുള്ളത് വെച്ചാൽ അതനുസരിച്ച് പോയി മേടിക്കണം. ശരി അപ്പോൾ ശരി ചേട്ടാ, ചിലവ് കുറഞ്ഞ രീതിയിൽ പൂവൻ കോഴി കൃഷി എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ചേട്ടൻ നമുക്ക് വിവരിച്ചു തന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേട്ടനെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ചേട്ടൻ നമ്പർ കൊടുക്കും. ചേട്ടന് പേര് മാത്യുച്ചൻ എന്നാണ്, കുറുമ്പനാട് ചങ്ങനാശ്ശേരിയിലാണ് വീട്. ചേട്ടാ, ഇത്രയും നേരം പൂവൻ കോഴി കൃഷിയെക്കുറിച്ച് വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിനോട് പങ്കുവച്ചതിന് ഡെയിലി മന വ്ളോഗിൻ്റെ പേര് ചേട്ടന് നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു.